ആശാൻ, ഗപ്പി, അമ്പിളി എന്നീ സിനിമകൾക്ക് ശേഷം ജോൺ പോൾ ജോർജ് രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ്. ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ, ശോഭി തിലകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം കോമഡി ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന ആളാണ് ആശാൻ, അല്ലെങ്കിൽ ആശാന്റെ ആശ സിനിമയാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ആശാൻ എന്ന സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു നല്ല സിനിമയാണ് ആശാൻ. കോമഡിയുടെ ഒപ്പം തന്നെ അല്പം ഇമോഷണലി മൂവിംഗ് ആയിട്ടുള്ള ഒരു പടം കൂടിയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഇതിലെ വിഷയം. അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാർക്ക് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ ആശാൻ ഉണ്ട് താൻ. നല്ല ക്വാളിറ്റിയുള്ള മേക്കിംഗ് ആണ് പടത്തിൻ്റെത്. നല്ല വിഷ്വലുകൾ, അതുപോലെ അഭിനയിച്ചവരുടെയൊക്കെ നല്ല പെർഫോമൻസും സിനിമയിലുണ്ട്. കൂടെ സോൾഫുൾ ആയിട്ടുള്ള മ്യൂസിക്കും പടത്തിലുണ്ട്. പടം കുറച്ച് ക്യാരക്ടർ ഡ്രിവൺ ആണെന്ന് പറയാം. ലീഡ് ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇടയ്ക്ക് തോന്നുന്നുണ്ട്. സിനിമയിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫില് കോമഡികളൊക്കെയാണുള്ളത്. അത് അത്യാവശ്യം വർക്കാവുന്നുണ്ട്. ഈ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും പെറുക്കിയെടുത്ത പോലത്തെ ഒരു സീൻ ഈ പടത്തിലുണ്ടായിരുന്നു. അത് രസമുണ്ടായിരുന്നു. ഇന്റർവെൽ ബ്ലോക്കും നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫില് സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് മാറുകയാണ്. അവിടെ ഓക്കെ ആണെങ്കിലും അത് എല്ലാവർക്കും വർക്ക് ആകണമെന്നില്ല. ഈ പടം കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു സീനും അതൊരു റിയാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്വതന്ത്രമായിട്ട് ഇവര് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിനിമ ഈ പടത്തിലുണ്ട്. അതിന്റെ മേക്കിംഗ് പ്രോസസ്സും അതിലെ ആൾക്കാരുടെ കൂട്ടായ്മയൊക്കെ കാണിച്ചത് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പടത്തിന്റെ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഒരു സിനിമയ്ക്കുള്ളിലെ മറ്റൊരു സിനിമ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഉദയനാനതാരത്തിലെയൊക്കെ പോലെ കുറച്ച് ലെങ്തി ആയിരുന്നെങ്കിലും അത് നൈസ് ആയിട്ട് ഫീൽ ചെയ്തു. പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ഇതൊരു ഇന്ദ്രൻസ് വൺ മാൻ ഷോ ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. കിടു പെർഫോമൻസ് ആയിരുന്നു. മിക്കവാറും അടുത്ത വർഷം കുറച്ച് അവാർഡുകളൊക്കെ പുള്ളിക്ക് ഇതിലൂടെ വരാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരേ സമയം ആ ക്യാരക്ടർ കോമഡിയാണ്, ചിലപ്പോൾ മാസ് ആണ്, അതുപോലെ ഇമോഷണലും ആണ്. ഇന്ദ്രൻസ് എന്ന നടൻ അത്യാവശ്യം മാസൊക്കെയുള്ള എന്നാൽ അഭിനയ പ്രാധാന്യവുമുള്ള റോളിലൂടെ ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ആശാൻ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കോമഡി ചെയ്യുന്ന ജോമോൻ ജ്യോതിറിന്റെ മറ്റൊരു മുഖം ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇന്ദ്രൻസിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ് പുള്ളിയുടേത്. നല്ല കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ദ്രൻസും ജോമോൻ ജ്യോതിറും തമ്മിലുള്ള സീനുകളും നൈസ് ആയിട്ട് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടത് ശോഭി തിലകന്റെ പെർഫോമൻസ് ആണ്. നല്ലൊരു റോളിൽ പുള്ളി ഇതിൽ കാണാൻ പറ്റും. നൈസ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ കരംചന്ദ് ആയിട്ട് വന്ന ബിബിൻ പെരുമ്പിള്ളിയും നൈസ് ആയിരുന്നു. എബിൻ ബിനോ, അപ്പുണ്ണി ശശി, കുടശനാട് കനകം, മദൻ ഗൗരി എന്നിവരുടെ റോളുകളും രസകരമായിട്ട് തോന്നി. ഇതില് സംവിധായകനായ ജോമോൻ ജ്യോതിറിന്റെ കഥാപാത്രത്തിന്റെ അച്ഛൻ ഒരു കഥകളി നടൻ ഈ പടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. പുള്ളി ലാസ്റ്റ് സ്ക്രീനിൽ ഇങ്ങനെ മുദ്ര കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് നൈസായിരുന്നു. സൂര്യകിരൺ എന്നൊരു കഥകളി നടൻ റോളിൽ വന്ന മറ്റൊരു നടനും കൊള്ളാമായിരുന്നു. വിമൽ ജോസ് തച്ചിലിന്റെ ക്യാമറ കൊള്ളാം. അതുപോലെ കിരൺ ദാസിന്റെ എഡിറ്റിംഗും. പക്ഷേ പടം ഒന്നുകൂടി ട്രിം ചെയ്യാമായിരുന്നു എന്ന് തോന്നി. ഇതിലെ മ്യൂസിക് പടത്തിന്റെ ആത്മാവ് തന്നെയാണ്. അജീഷ് ആൻഡോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മികച്ചതാണ്. പാട്ടുകളും കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞിക്കവിൾ മേഘമേ എന്നുള്ള പാട്ട് പടം കണ്ടു കഴിഞ്ഞും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. MG ശ്രീകുമാർ പാടിയ പാട്ടും കൊള്ളാമായിരുന്നു. സംവിധായകൻ തന്നെയാണ് ഇതിന്റെ പാട്ടുകളുടെ സംഗീതവും നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ തിരക്കഥ രചിച്ചതും സംവിധായകൻ ജോൺ പോൾ ജോർജ് തന്നെയാണ്. ഇതിന്റെ VFX നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലെ മെലോഡ്രാമ ഒരല്പം കൂടുതലാണ്. അത് പടത്തിൽ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. അത് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. സോ പടം കോമഡി ട്രാക്കിൽ നിന്നും സീരിയസിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ മുതൽ ഒരല്പം വിരസത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഇമോഷണൽ പോർഷൻസ് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് വന്ന പോലെ ഫീൽ ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് കാണിക്കുന്ന സിനിമയാണെങ്കിലും അതിലെ പ്രമേയമാണെങ്കിലും മനഃപൂർവ്വം ഇമോഷണൽ ആക്കാനായിട്ട് ഉണ്ടാക്കിയതുപോലെ തോന്നി. ഇമോഷൻ ആവുന്നുണ്ട് എങ്കിലും അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. ഒരുപക്ഷെ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാവും കുറച്ചുകൂടി നന്നായിട്ട് ഇത് കണക്ട് ആവുക. പിന്നെ കഥയൊക്കെ ഏകദേശം പ്രഡിക്റ്റബിൾ ആണ്. മുൻപ് തന്നെ നമ്മൾ സിനിമയ്ക്കുള്ളിൽ സിനിമ കാണിച്ചിട്ടുള്ള പടങ്ങളിലൊക്കെയുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. സോ എന്താണ് ഇതിൽ മൊത്തത്തിൽ നടക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൽ ആശാന്റെ ജനസമിതിയൊക്കെ നൈസാണ്. അതിൽ മാസും ഉണ്ട്. പക്ഷെ ആ ഒരു ഫ്ലാറ്റിലെ മുഴുവൻ ആൾക്കാരും പുള്ളി പറയുന്നത് മാത്രം കേൾക്കുന്ന കൈൻഡ് ഓഫ് പാവകൾ, അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ളത് അത്രയ്ക്ക് കൺവിൻസിംഗ് ആയി തോന്നിയില്ല. എന്താ അവർക്കൊന്നും ഒരു വ്യക്തിത്വം ഇല്ലേ എന്ന് ചോദിക്കാൻ തോന്നി. സിനിമയുടെ ലെങ്ത് ആണ് മറ്റൊരു മെയിൻ പ്രശ്നമായിട്ട് തോന്നിയത്. പാട്ടുകളൊക്കെ നല്ലതായിരുന്നെങ്കിലും കുറച്ച് കൂടുതലുമാണ്. ഒരു റാപ്പ് സോങ് ഒക്കെ ഉള്ളത് കേൾക്കാനും രസമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. അത് ഒഴിവാക്കിയാലും പടത്തിന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് തോന്നി. അങ്ങനെയായിരുന്നെങ്കിൽ ലെങ്ത്തും കുറച്ചുകൂടെ കുറഞ്ഞേനെ. സോ മൊത്തത്തിൽ ഒരു നല്ല പടമാണ്. നീളം കുറച്ച് കൂടുതലാണ്, മെലോ ഡ്രാമയും കൂടുതലാണ്, എങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പേഴ്സണലി. പിന്നെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർക്കും സിനിമ സ്വപ്നം കാണുന്നവർക്കും കുറച്ചുകൂടി നന്നായിട്ട് കണക്ട് ആവും. സോ കണ്ടാൽ നഷ്ടമില്ലാത്ത ഒരു പടമാണ്. ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയാം. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാം. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.